യേശുവിന്റെ രക്തം കൊണ്ട് എന്ത് ചെയ്തുവെന്നാ പറയുന്നേ? കഴിഞ്ഞ നാളുകളിനെ അടിമപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരുവനുണ്ട്. ആ അടിമപ്പെടുത്തിക്കൊണ്ടിരുന്നവന്റെ പ്രശ്നം കാരണം ഇപ്പോൾ എന്തുകൂടെ വന്നു? വേദപുസ്തകം പഠിപ്പിക്കുന്ന വ്യർത്ഥവും പാരമ്പര്യമായിട്ടുള്ള നടപ്പ്. പാരമ്പര്യ ശാപങ്ങൾക്ക് ഞാനും നിങ്ങളും അധീനരായിരുന്നു. പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ നടപ്പെന്ന് പറഞ്ഞ് വ്യർത്ഥമായിരിക്കും നടപ്പാ. വ്യർത്ഥമെന്ന് പറഞ്ഞാൽ പ്രയോജനമില്ലാത്തത് മനസ്സിലാക്കണമെങ്കിൽ യെശയ്യാപ്രവചനത്തിലേക്ക് കടന്നു വരണം. യെശയ്യാപ്രവചനത്തിൽ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എൻ്റെ ജനം 2 തെറ്റ് ചെയ്തു. അവ ചെയ്ത തെറ്റ് ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവരുപേക്ഷിച്ചു. വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ തന്നെ കുടിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പൈതലെ, ഞാനും നിങ്ങളും ദൈവത്തോടു കൂടെ അല്ലാതെ എന്ത് ചെയ്താലും നിങ്ങൾ മനസ്സിലാക്കണമേ, അത് വെറും പൊട്ടക്കിണർ തന്നായിരിക്കും. ദൈവത്തോടു കൂടെ നടക്കുന്നതാണ് ആ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. അത് നടക്കാത്തിടത്തോളം കാലം ഈ അനുഗ്രഹത്തിലേക്ക് അവ കടക്കുവാൻ സാധ്യമല്ല. കർത്താവായ യേശുവിന്റെ രക്തത്തിന്റെ 2ാമത്തെ പ്രത്യേകത, പാരമ്പര്യത്തിൽ നിന്ന് എന്ന് പറയുമ്പോൾ പൈശാചിന്റെ അധീനതയിൽ നിന്ന് എന്ത് സംഭവിച്ചു എന്നറിയാമോ? വീണ്ടും ജന്മം പ്രാപിച്ചതായിരിക്കുന്ന ദൈവത്തിന്റെ പൈതൽ ലഭിച്ചതായിരിക്കുന്ന 2ാമത്തെ വലിയ ഗുണമാണ്, സൈറ്റന് എൻ്റെ മേലുള്ള സകല ലീഗൽ റൈറ്റ്സ് അവിടെ വെച്ച് ബ്രേക്ക് ചെയ്തു.